അടുത്തൊരു NCERT exemplar question ആണ്. Let f from R to R be the sinum function defined as f of x equal to 1 x greater than 0 0 x equal to 0 minus 1 x less than 0. So sinum function ആണ് f എന്ന് പറയുന്നത്. പോസിറ്റീവിനൊക്കെ 1 ആണ്, 0ക്ക് 0 ആണ്, നെഗറ്റീവിനൊക്കെ -1 ആണ്. And g from R to R be the greatest integer function. So the greatest integer function defined by എന്താണ് g of x equal to greatest integer of x. So അതിന് തൊട്ട് മുമ്പ് വരുന്നതായിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിനെയാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. Then prove that f of g and g of x coincide in -1 to 0. So -1 to 0യിൽ f of g ഉം g of f ഉം സെയിം ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ ആദ്യം നമുക്ക് എടുക്കാം let x element of -1 to 0. ഓക്കെ, ഇനി നമുക്ക് എഫ് ഓഫ് ജിയും ജി ഓഫ് എഫും ആണ് നോക്കാനുള്ളത്. സോ എഫ് ഓഫ് ജി ചെക്ക് ചെയ്യാം ആദ്യം. എഫ് ഓഫ് ജി എന്ന് പറയുന്നത് നോക്കിക്കേ, എഫ് ഓഫ് ജി ഓഫ് എക്സ് വരും. ഓക്കെ, സോ എന്ത് വരും? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ത് വരും മക്കളെ? ജി ഓഫ് എക്സ് നമുക്ക് നോക്കാം. ഇംപ്ലൈസ് ഈ ഒരു ഇന്റർവെലിൻ്റെ അകത്ത് ജി ഓഫ് എക്സ് എന്തായിരിക്കും? ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഏത് വാല്യൂ മക്കളെ വരുന്നത്? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആണ്. -1 to 0. സോ -1നും 0ക്കും ഇടയ്ക്കുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ. സോ അതിൻ്റെ ഇടയ്ക്ക് അതിന് തൊട്ട് മുമ്പായിട്ട് വരുന്ന ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഏതാണ് മക്കളെ? -1 ആണ്. സോ അതെന്തായിരിക്കും? -1 ആണ്. ഓക്കെ, സോ നമുക്കിവിടെ കിട്ടും എഫ് ഓഫ് -1. എഫ് ഓഫ് -1 എന്താ മക്കളെ? -1 ആണ്. ഓക്കെ, സോ നമുക്ക് കിട്ടി എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? -1 ആണ്. ഓക്കെ, ഇനി അടുത്ത ചെക്ക് ചെയ്യേണ്ട എന്താ? ജി ഓഫ് എഫ് ആണ്. സോ ജി ഓഫ് എഫ് ആണ്. സോ ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ത് വരും മക്കളെ? ഇവിടെ നിന്ന് നമുക്ക് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും നോക്കിക്കേ. -1 to 0 എന്ന് പറയുമ്പോൾ എക്സ് വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. സോ എക്സ് വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ സൈനം ഫംഗ്ഷൻ എന്തായിരിക്കും? ഔട്ട്പുട്ട് -1 ആയിരിക്കും. സോ നമുക്കിവിടെ കിട്ടും ജി ഓഫ് -1. സോ ഏതൊരു ഇൻറ്റിജറിൻ്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും? അതേ ഇൻറ്റിജർ തന്നെയായിരിക്കും. സോ -1 വരും. ഓക്കെ, സോ നമുക്കിവിടെ നിന്ന് എന്ത് കിട്ടി? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? -1. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് നമുക്ക് പറയാം, വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ എക്സ് എലമെന്റ് ഓഫ് ഏതോട്ട് ഏത് വരിക? -1 to 0. ഓക്കെ, സോ ആ ഒരു ഇന്റർവെല്ലിൽ എഫ് ഓഫ് ജി ഓഫ് എക്സും ജി ഓഫ് എഫ് ഓഫ് എക്സും കോയിൻസൈഡ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് വേണമെങ്കിൽ ഒരു സെന്റൻസ് ആയിട്ട് എഴുതാം. വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് ജി ആൻഡ് ജി ഓഫ് എക്സ് എഫ് കോയിൻസൈഡ് അറ്റ് എക്സ് എലമെന്റ് ഓഫ് -1 to 0. ഓക്കെ മക്കളെ.